നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൈസൂരിനടുത്ത് നഞ്ചൻഗോഡ് എന്ന സ്ഥലത്താണ്. ഇവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന RV യൂണിവേഴ്സിറ്റിയുടെ നടുവിലാണ് നിൽക്കുന്നത് എന്ന് പറയാം. RV യൂണിവേഴ്സിറ്റി മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു സ്ഥാപനമാണ്. ബാംഗ്ലൂരിലെ മലയാളികൾ ഉൾപ്പെടെ ധാരാളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാണ് RV യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത്. 30-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. 86 വർഷത്തെ ചരിത്രമുള്ള RV യൂണിവേഴ്സിറ്റിക്ക്. പക്ഷേ ആദ്യമായിട്ട് RV യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ വിട്ട് പുറത്തേക്ക് വരികയാണ്. ബാംഗ്ലൂരിനേക്കാളും വലിയ ക്യാമ്പസ്, അതായത് 62 ഏക്കർ സ്ഥലത്താണ് മൈസൂറിലെ RV യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ക്യാമ്പസ് നഞ്ചൻഗൂഡിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടേക്ക് 180 കിലോമീറ്റർ, തലശ്ശേരി അതുപോലെ തന്നെ കണ്ണൂരൊക്കെ 139 കിലോമീറ്റർ, മലയാളികൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഗുണ്ടൽപ്പെട്ടിലേക്ക് വെറും 38 കിലോമീറ്റർ. അത്രയും അടുത്താണ് കേരളത്തിൽ നിന്ന് ഈ ഒരു പ്രദേശം എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പണിയൊന്നും തീർന്നിട്ടില്ലെന്ന്. പക്ഷേ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ പോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലൊന്നായിട്ട് RV യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു മൈസൂർ ക്യാമ്പസ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വർഷം തന്നെ കോഴ്സുകൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ RV യൂണിവേഴ്സിറ്റിയെ പറ്റി കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് രാഹുലാണ്. നമസ്കാരം രാഹുൽ. നമസ്കാരം. രാഹുൽ മലയാളിയാണ്. രാഹുൽ RV യൂണിവേഴ്സിറ്റിയുടെ മീഡിയ മാർക്കറ്റിംഗ് മാനേജറാണ്. അപ്പോൾ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക്, അതായത് കേരളത്തിൽ നിന്നുള്ളവർക്ക് പഠിക്കാൻ ഏറ്റവും സൗകര്യമുള്ള സ്ഥലമെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ RV യൂണിവേഴ്സിറ്റി 86 വർഷം അല്ലേ, 86 വർഷത്തെ ചരിത്രം, 30-ലധികം കോളേജുകൾ അല്ലേ. ബാംഗ്ലൂരാണ് ജനിച്ചത് ഈ ഒരു സ്ഥാപനം അല്ലേ. എങ്ങനെയായിരുന്നു തുടക്കം? സോ 1940s ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഫൗണ്ടർ എന്ന് വെച്ചാൽ MC ശിവാനന്ദ ശർമ്മ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വിഷൻ ആയിരുന്നു അഫോർഡബിൾ എഡ്യൂക്കേഷൻ എല്ലാ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റിക്ക് കൊടുക്കാനായിട്ട്. സോ ആ ഒരു വിഷൻ വെച്ചാണ് പുള്ളിക്കാരൻ ഈ സംരംഭം തുടങ്ങിയത്. സോ 1940s 6 സ്റ്റുഡൻസ് വെച്ച് ഒരു സ്കൂളുമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഓവർ 85 ഇയേഴ്സ് 30+ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. എത്ര കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ടാവും മൊത്തത്തിൽ നോക്കിയാൽ? ഓവറോൾ ഒരു 35,000+ സ്റ്റുഡൻസ് ഞങ്ങളുടെ അടുത്ത് പഠിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ആയിട്ട്, ഡിഫറെൻറ്റ് സ്കൂൾസ് ആയിട്ട്. എങ്കിലും ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫാക്കൽറ്റി എന്താണ് അവിടെ? ഏറ്റവും എല്ലാവരും RV യൂണിവേഴ്സിറ്റി കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? എഞ്ചിനീയറിംഗ് ആണ്. അത് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജ്. ഞാനത് കേട്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ചത്. അതും 1964 തുടങ്ങിയതാണ്. ആൻഡ് ഭയങ്കര ലോങ് ജേർണി ആയിരുന്നു. ആൻഡ് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിപ്പോൾ മൈസൂർ റോഡിലാണ് ബാംഗ്ലൂർ ക്യാമ്പസ്. അപ്പോൾ ഇവിടെ ഇത് തുടങ്ങാൻ പോകുന്നത് ഈ ഒരു വർഷമാണല്ലോ. അതെ, ഈ ഒരു വർഷം 62 ഏക്കർ സ്ഥലമാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്സ് എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെന്ന് ആലോചിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഇത്രയും ഹൈ റൈസ് ബിൽഡിങ്സ് ഒന്നുമല്ല. അതെ, പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ് ഒക്കെ വരുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ബാംഗ്ലൂരുള്ള അതേ കോഴ്സുകളൊക്കെ തന്നെയാണ് ഇങ്ങോട്ടും വരാൻ പോകുന്നത്? അതോ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി സംഭവങ്ങളൊക്കെ വരുന്നുണ്ടോ? സോ ഇവിടെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബിഗർ ക്യാമ്പസ് വിത്ത് മോർ സ്റ്റുഡൻസ്, അതാണ് ഒരു വിഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമ്പസ് ഇവിടെ ഈ വർഷം തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് മൈസൂർ ക്യാമ്പസിനെ പറ്റി ഇന്നലെ ഒരു ലീഫ്ലെറ്റ് എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ അതിൽ നോക്കി വളരെ വ്യത്യസ്തമായ ചില കോഴ്സുകളൊക്കെ കണ്ടു. ഞാൻ നോക്കി പറയാൻ കേട്ടോ, നമ്മളൊക്കെ പഴയ കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് നോക്കാൻ പറയാൻ പറ്റില്ല. അതിൽ പ്രധാനമായിട്ട് എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ്, അതുപോലെ തന്നെ ആസ്ട്രോ ഫിസിക്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ MScയിൽ കാണുന്നുണ്ട്. കൂടാതെ MSc കെമിസ്ട്രിയിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി പോലുള്ള അത്തരം കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണോ അതോ ബാംഗ്ലൂർ ക്യാമ്പസിൽ ഇതൊക്കെ ഓൾറെഡി ഉണ്ടോ? ഈ പറഞ്ഞ കോഴ്സസ് എല്ലാം ഇവിടെയാണ് അവൈലബിൾ. ഈ ബാംഗ്ലൂർ ക്യാമ്പസ് ആണെങ്കിൽ മോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് BTech കോഴ്സസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അത് AIML ആണെങ്കിലും, പിന്നെ BSc ഇൻ ഡേറ്റ സയൻസ്, BSc ഇൻ ഫിലിം മേക്കിംഗ്. യെസ് ഡെഫിനറ്റ്ലി. അവിടെ ഇപ്പോൾ 9 സ്കൂൾസ് ആണുള്ളത്. അപ്പോൾ ഈ 9 സ്കൂൾസിൽ നിന്ന് വ്യത്യസ്തമായ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇനി പിന്നെ അവിടെ ബാംഗ്ലൂർ ക്യാമ്പസിലുള്ള മറ്റ് കോഴ്സുകൾ, പ്രധാനപ്പെട്ട കോഴ്സുകളൊക്കെ ഒന്ന് പറയാം. ഇതങ്ങ് പറഞ്ഞാൽ മതി. ഷുവർ. ഡിഫറെൻറ്റ് സ്കൂൾസിൽ വരുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്കൂൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. BSc ഇൻ ഡേറ്റ സയൻസ്, BCA റെഗുലർ പ്രോഗ്രാം, പിന്നെ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഇതിപ്പോൾ സ്കൂൾ ഓഫ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിൽ BSc Honours in Medical Laboratory Technology, BSc Honours in Cardiac Care Technology, BSc in Anesthesia and Operation Theatre. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തമായ കോഴ്സസ് ആണ് ബാംഗ്ലൂർ ഓഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിലും വ്യത്യസ്തമായ വീണ്ടും പല കോഴ്സുകളും വരികയാണ്. അതെ. ഈ മലയാളി കുട്ടികൾ കൂടുതലും ചേരുന്നത് BCA BBA ഒക്കെയാണോ? പഴയൊരു പതിവ് അങ്ങനെ കേട്ടിരിക്കുന്നത്, അങ്ങനെ തന്നെയാണോ ഇപ്പോഴും? പണ്ടത്തെ പതിവ് പോലെ അല്ല. ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കുറേ ഓഫേഴ്സ്, കുറേ കോഴ്സസ് ഉണ്ട് ദാറ്റ് ഈസ് അവൈലബിൾ. സോ വി ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദീസ് സ്റ്റുഡൻസ് ടു ആക്ച്വലി ചൂസ് ഫ്രം ദീസ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ ബിൽഡിങ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം.
ആയിരിക്കും അല്ലേ? എന്താണ് ഈ നിരന്ന് കാണുന്ന ബിൽഡിങ്സ്? ഇത് വളരെ കുറച്ച്, അതായത് ഈ വലിയ ക്യാമ്പസിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതിൽ എന്തൊക്കെയാണ് പണിത് വരുന്നത്? ഇതിപ്പോ നേരെ കാണുന്ന ബിൽഡിംഗ് ഞങ്ങളുടെ ഹോസ്റ്റൽ ബ്ലോക്ക് ആണ്. ഇത് ഹോസ്റ്റൽ ബ്ലോക്ക് വിത്ത് ആൻസറി ബ്ലോക്ക് ആണ്. സോ അറ്റ് എ ടൈം 2000 സ്റ്റുഡൻസിനാണ് ഞങ്ങൾ അക്കോമഡേഷൻ വിത്ത് ഫുഡ് ക്യാമ്പസ് കൊടുക്കുന്നത്. ഇതിപ്പോ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മള് ലൈബ്രറി ബ്ലോക്ക് ആണ്. അതിന്റെ ഇപ്പുറത്തുള്ളത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്കൂൾ ഓഫ് സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസസ്. ഇതിപ്പോ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്കൂൾ ഓഫ് അപ്ലൈഡ് സയൻസസ് ആണ്. സോ ഇനിയും ഉണ്ട് കുറേ ബിൽഡിങ്സ്, അത് നമുക്ക് വഴിയെ നമ്മൾ കാറിൽ വരുമ്പോൾ കുറേ ബിൽഡിംഗ് കണ്ടു. അതുപോലെ വലിയൊരു സ്പോർട്സിന്റെ കോംപ്ലക്സ് ഉണ്ടല്ലേ? അതെ, ഈ കാണുന്നത് സെൻട്രൽ സ്പോർട്സ് ഏരിയ ആണ്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ക്രിക്കറ്റ് ആണ്. ഇതല്ലാതെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ജിംനേഷ്യം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. there would be opportunities for archery. So സ്പോർട്സ് സ്കോളർഷിപ്പ് ആണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഫോർ ഡിസേർവിംഗ് സ്റ്റുഡൻസ്. സോ അവർക്ക് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഈ ക്യാമ്പസ്, ഈ ഒറ്റ ക്യാമ്പസിൽ തന്നെ അവൈലബിൾ ആണ്. അത് ഇതിന്റെ വലിപ്പം കണ്ടാൽ മനസ്സിലാക്കാം. കാരണം 62 ഏക്കറിൽ 4.5 ഏക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് അല്ലേ? അതൊന്ന് മനസ്സിലാക്കാം, സ്പോർട്സിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ സ്പോർട്സ് അല്ലാതെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ ധാരാളം കുട്ടികൾക്ക്. യെസ്, ഡെഫിനറ്റ്ലി. ഇതിപ്പോൾ ഞങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓൺ ബിസിനസ് അല്ല. ഇതിപ്പോൾ ഒരു ട്രസ്റ്റ് ആണ് മാനേജ് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് ഫ്രം each institution is pumped back into our institutions. ഇതിപ്പോൾ സ്കോളർഷിപ്സ് ആവാം, for the needy, economically weaker sections of society. So deserving ആയിട്ടുള്ള സ്റ്റുഡൻസ് without any bar of മാർക്സ് ഓർ ക്രീഡ് ഓർ റിലീജിയൻ ഓർ എനിത്തിങ്, മാർക്സിൻ്റെ ബേസിസിൽ മാത്രമായിട്ട് ഞങ്ങൾ സ്കോളർഷിപ്സ് കൊടുക്കാം. അതുപോലെ ടൈപ്സ്, നമ്മളിപ്പം വിദേശത്ത് പോവുക, എന്താണ് ഒരു യൂത്ത് എക്സ്ചേഞ്ച് ഒക്കെ പോലുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ യൂണിവേഴ്സിറ്റി? യെസ്, ഡെഫിനറ്റ്ലി. സോ ഈ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് RP യൂണിവേഴ്സിറ്റി ആക്ട് 2019 അണ്ടറിലാണ്. സോ ദാറ്റ് അലൗസ് us to have students from abroad as well. സോ ഈ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം നമുക്ക് വന്നിട്ട് കുറേ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് നമുക്ക് കൊളാബറേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, വാട്ട് എവർ ഹെൽപ്സ് ഇൻ ദി ബിൽഡിംഗ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി, അത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ തീർന്നിരിക്കുന്ന ബിൽഡിംഗ് പ്രധാനമായിട്ട് ഫാർമസിയുടെ ബിൽഡിംഗ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു ഓഗസ്റ്റിലൊക്കെ തീർന്നിട്ട് ഇവിടെ കോഴ്സുകൾ തുടങ്ങുന്ന ഒരു സംശയം തോന്നുന്നത്. എന്തൊക്കെ കോഴ്സാണ് ഓഗസ്റ്റിൽ പ്ലാൻ ചെയ്യുന്നത് ഈ ഓഗസ്റ്റിൽ? സോ ഓഗസ്റ്റിൽ ഞങ്ങൾ ടോട്ടൽ ഓഫ് 4 സ്കൂൾസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനകത്ത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ സ്കൂൾ ഓഫ് അപ്ലൈഡ് സയൻസസ് ഉണ്ട്, സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഉണ്ട്. സോ ഞങ്ങളുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ 20 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളിത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് തുടങ്ങാൻ തന്നെയാണ്. എങ്കിലും കുറച്ച് ഈ പറഞ്ഞ പോലെ ചില ഡിപ്പാർട്ട്മെന്റ്സ് മാത്രം ബാക്കി നിൽക്കും. അത് അടുത്ത വർഷത്തേക്ക് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ എനിക്കിവിടെ ഇന്നലെ കിട്ടിയ ലീഫ്ലെറ്റിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന കോഴ്സുകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതല്ലേ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ BTech, അതെ അല്ലേ, BSc പ്രോഗ്രാം ഉണ്ട്, BCA പ്രോഗ്രാം ഉണ്ട്, ഡാറ്റ സയൻസ്, പിന്നെ MCA, പിന്നെ സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ BBA, ലോജിസ്റ്റിക്സ് ആൻഡ് പോർട്ട് മാനേജ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. കാരണം നമ്മുടെ വിഴിഞ്ഞം പോർട്ടൊക്കെ വന്നുകൊണ്ട് നമുക്കും ഏറ്റവും ആവശ്യമുള്ള സാധനമാണത്. പിന്നെ BCom തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് ACCA ഉണ്ട്. പിന്നെ 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിൽ MSc കെമിസ്ട്രി, അതിലാണ് നേരത്തെ പറഞ്ഞ പോളിമർ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, MSc ഫിസിക്സിൽ ആസ്ട്രോ ഫിസിക്സ്, ക്വാണ്ടം ടെക്നോളജി, MSc ലൈഫ് സയൻസിൽ ബയോ ഇൻഫർമാറ്റിക്സ്, അതുപോലെ മോളിക്കുലർ ബയോ ടെക്നോളജി, പിന്നെ MSc കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ്, പിന്നെ BSc സൈക്കോളജി. UG പ്രോഗ്രാമിലേക്ക് പോകുകയാണെങ്കിൽ BSc കെമിസ്ട്രി, പോളിമർ, ഫാർമസ്യൂട്ടിക്കൽ, പിന്നെ ആസ്ട്രോഫിസിക്സ് അതിലും ഉണ്ട്. കൂടാതെ ഡയറ്ററ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ, പിന്നെ കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സിൽ BSc ഓണേഴ്സ്. ഇത്രയൊക്കെയാണ് ഇതിൽ കണ്ടത്. കൂടാതെയാണ് ഇപ്പോൾ ഫാർമസി കോളേജിലുള്ളത്. അതിലെന്തൊക്കെ കോഴ്സുകളാണുള്ളത്? ഇതിപ്പോൾ സ്കൂൾ ഓഫ് ഫാർമസിയുടെ അണ്ടറിൽ BPharm ആണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ക്യാമ്പസ് വന്നിട്ട് കേരളയിൽ നിന്ന് ഭയങ്കരമായിട്ട് ക്ലോസ് ആണ്. ഈ ഡിസ്റ്റൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ് ഞങ്ങൾ സ്റ്റുഡൻസ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ മൈസൂർ ക്യാമ്പസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു കേരളത്തിൻ്റെ പ്രോക്സിമിറ്റി ആണ് പ്രധാനമായിട്ട് കാണുന്നത്. തന്നെയല്ല, എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും മൈസൂർ ഭയങ്കര രസമുള്ള സ്ഥലം. അതോടൊപ്പം തന്നെ നഞ്ചൻകുടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിലും വലിയ ബഹളമൊന്നും ഇല്ലാത്ത കാമായിട്ട് സ്ഥലം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ അത്ര വലിയൊരു സിറ്റി അല്ലല്ലോ ഇത്. അപ്പോൾ ഇവിടുത്തെ ഈ 2000 സ്റ്റുഡൻസ് കഴിഞ്ഞുള്ള സ്റ്റുഡൻസിന് താമസിക്കണമെങ്കിൽ വെളിയിലൊക്കെ അക്കോമഡേഷൻ കിട്ടുന്നൊരു സ്ഥലമാണോ ഇത്? അതെ, ഇത് പുറത്ത് PGs ഉണ്ട്. അപ്പോൾ ഹോസ്റ്റൽ വേണ്ടാത്തവർക്ക് PG സെലക്ട് ചെയ്യാം.
അല്ലെങ്കിൽ തന്നെ മൈസൂറിന് 20 കിലോമീറ്ററൊക്കെ ഉള്ളൂ അല്ലേ? 21 കിലോമീറ്റർ 21 കിലോമീറ്റർ ഉള്ളൂ. മൈസൂരിന് അവിടെ താമസിച്ചാണെങ്കിലും പോയി വരാൻ ബസ് ഫെസിലിറ്റി എപ്പോഴും ഉണ്ട്. ഇവിടുന്ന് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബസ് ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് പിന്നെ കാലാവസ്ഥയാണെങ്കിലും കുറച്ചൊരു കൂളാണ് അല്ലേ? മലയൊക്കെയാണ്, ചുറ്റുപാടൊക്കെ മലനിരകളൊക്കെയാണ്, അതുകൊണ്ട് കുറച്ചൊരു കൂളായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. കബനി റിവർ ഇവിടെ തന്നെ അടുത്ത്. കബനി തൊട്ടടുത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ വയനാട്ടിൽ കൂടെ ഒഴുകുന്ന സംഭവമാണ്. നമ്മൾ വളരെ അടുത്താണ് കേരളത്തിൻ്റെ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ആർവിയെ പറ്റി വലിയ ധാരണ ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ അവർ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, എന്തിനാണ് കേരളത്തിൽ നിന്നും വന്ന് ഇവിടെ പഠിക്കുന്നത്, ഈ ആർവി യൂണിവേഴ്സിറ്റി പഠിക്കുന്നതായിരിക്കും? എന്താണ് അതിനുള്ളൊരു ഉത്തരം? ഈ ആർവി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പല റീസൺസും ഉണ്ട്. ഇതിപ്പോൾ 21st സെഞ്ച്വറി ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ഈസ് സംതിങ് ദാറ്റ് വി റിയലി കെയർ അബൌട്ട്. ഇതിപ്പോൾ പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻറ്റിന് പുറത്തു പോയി ഒരു കോർപ്പറേറ്റ് വേൾഡിൽ എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു സീംലെസ് ആയിട്ട് ഒരു ട്രാൻസിഷൻ ചെയ്യാം, ആ ഒരു ഫെസിലിറ്റി, ആ ഒരു നോളജ് ആണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ത്രൂ ദി എഡ്യൂക്കേഷൻ ഫാക്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണ് മെയിൻ ഹൈലൈറ്റ്. ഇതിപ്പോൾ സ്പോർട്സ് ആൻഡ് വെൽനെസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, വോളിബോൾ കോർട്ട്സ് ഉണ്ട്, ജിംനേഷ്യം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതിപ്പോൾ അഡ്വാൻസ് ലാബ്സ് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും മെഷീൻ ലേണിംഗ് ആണെങ്കിലും അഡ്വാൻസ് ലാബ്സ് ആണ് ഇവിടെ സ്റ്റുഡൻസിന് വെയിറ്റിംഗ്. സോ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് റിക്വയർസ് ടു ബിൽഡ് ആ ഒരു കൈൻഡ് ഓഫ് എ പോർട്ട്ഫോളിയോ, ഇവിടുന്ന് വിൽ മേക്ക് ഷുവർ ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഇസ് ഇൻഡസ്ട്രി റെഡി. ശരി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു പേടി വരുന്നത്, ഇത്രയൊക്കെ ഫെസിലിറ്റി വരുമ്പോൾ ഫീസ് ഭയങ്കര മാരകമായിരിക്കുമല്ലോ എന്നുള്ളതാണ്. എന്താണ് ഫീസിൻ്റെ ഒരു സ്ട്രക്ചർ? ഇതിപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യുന്നത് ഒരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് എവർ മണി കംസ് ഇൻ ഓർ വാട്ട് എവർ പ്രോഫിറ്റ് ദാറ്റ് ദ ട്രസ്റ്റ് മേക്സ്, അത് തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലും തിരിച്ച് സ്റ്റുഡൻസിലേക്കുമാണ് പമ്പ് ചെയ്ത് കൊടുക്കും. അല്ലാതെ അവർ ലാഭവിഹിതം എടുക്കുന്നില്ല. ഇല്ല. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ഫീസ് അധികം ഇല്ല എന്നാണ് നമുക്ക് തോന്നുക അല്ലേ? ശരി. അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിന് നമ്മൾ അഡീഷണൽ ഫീസ് അല്ലേ കൊടുക്കേണ്ടത്? ഹോസ്റ്റൽ ഫെസിലിറ്റീസിന് അഡീഷണൽ ഫീസ് ആണ്. 2 സെപ്പറേറ്റ് ബ്ലോക്സ് ആണ് ഞങ്ങൾക്കുള്ളത്. 1 സെപ്പറേറ്റ് ഫോർ ബോയ്സ് ആൻഡ് 1 സെപ്പറേറ്റ് ഫോർ ഗേൾസ് വിത്ത് ഒരു കോമൺ ഡൈനിങ് ഏരിയ. സോ ഇതാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. പക്ഷേ അതിന് സെപ്പറേറ്റ് ഫീസ് സ്ട്രക്ചർ. അപ്പോൾ ഈ കേരളത്തിലുള്ള കുട്ടികളുടെ മറ്റൊരു ചോദ്യം, വെജ് ആണോ നോൺ വെജ് ആണോ എന്നുള്ളതായിരിക്കും. സോ ഞങ്ങൾ രണ്ടും വെജും നോൺ വെജ് ഓപ്ഷൻസും ഓഫർ ചെയ്യുന്നുണ്ട്. ആണല്ലേ? ശരി. അത് പൊതുവേ പക്ഷേ കർണാടകത്തിലെ കോളേജുകളിൽ അങ്ങനെ കൊടുക്കാറുണ്ടോ? ഞാൻ കേട്ടിരിക്കുന്നത് അധികം വെജ് ആണ് എന്നുള്ളതാണല്ലോ. കർണാടകയിൽ അധികം വെജ് ആണ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കേറ്റർ ചെയ്യുന്നത് കർണാടക സ്റ്റുഡൻസിനെ മാത്രമല്ല. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, മേജർലി ഓൾ 5 സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഒരു കോമൺ പാലറ്റ് ആണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. ശരി. അപ്പോൾ ഓഗസ്റ്റിലേക്ക് ഇവിടെ റെഡിയാകുന്ന ഫാർമസിയുടെ ബിൽഡിങ്ങിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പം ഫാർമസി ബിൽഡിങ്ങിനെ പറ്റി തന്നെ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ എഞ്ചിനീയർ പറയായിരുന്നു, ഒരു 3 ദിവസം കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ അത് ഫുൾ തീർന്നേനെന്ന്. അത്ര ഫാസ്റ്റായിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെയൊക്കെ മനസ്സിലുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്താണ് ആ ഒരു കോൺസെപ്റ്റിനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ. ഞാനിപ്പോൾ പറയരുത്, ഇതിൻ്റെ മുന്നിൽ നിന്ന് പടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകൾ പണിതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസിന് ഒരു പ്രോപ്പർ ലേണിംഗ് എൻവയൺമെൻറ്റ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇൻഫ്രാസ്ട്രക്ചറലി ഓൾസോ ലേണിംഗ് വൈസ് എന്ത് വേണോ അതൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നമ്മളിന്ന് കളിയാക്കൊണ്ട് വെച്ചത്, നിങ്ങളൊക്കെ കണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇംഗ്ലീഷ് അല്ലേ കേരളത്തിലെ എന്തോ പറഞ്ഞു, കേരളത്തിലെ കുട്ടികളെ ഇംഗ്ലീഷൊക്കെ കണക്കാന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു പരിധി ഒരു സത്യമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു അല്ലേ? നമ്മൾ കേരളത്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പോഷർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ പിന്നെ യാത്ര ചെയ്തൊക്കെയാണ് ഈ ഭാഷയൊക്കെ നന്നാക്കി എടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ ഈവൻ തമിഴ്നാട്ടിൽ പോലും പഠിക്കുന്ന കുട്ടികൾ നമ്മളൊക്കെ നന്നായിട്ട് അത്തരം ലാംഗ്വേജിലൊക്കെ ഉള്ള ഒരു ഫ്ലോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആവശ്യം. നമ്മൾ ഈ എന്തുകൊണ്ട് കേരളത്തിന് വെളിയിലേക്ക് കുട്ടികളെ പഠിക്കാൻ വിടണം എന്നുള്ളതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും അതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ, അവൻ ജേർണലിസം കേരളത്തിൽ പഠിച്ചു. ഇനി അതിന് MCJ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ചെന്നൈയിലോ ബാംഗ്ലൂരോ വിടണം. കാരണം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ജേർണലിസ്റ്റിൽ നന്നാകണമെങ്കിൽ നമ്മൾ പേഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ഒക്കെ പോലുള്ള സ്ഥലത്തൊക്കെ പഠിക്കണം. അല്ലാതെ നമ്മൾ കേരളത്തിൽ തന്നെ വീണ്ടും MCJക്ക് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ഈ എക്സ്പോഷർ വൈസ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം അല്ലേ? കറക്റ്റാണ്. ഇതിപ്പോൾ 85 ഇയേഴ്സ് ഓഫ് ലെഗസി, അത് വെച്ച് വരുന്നത് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ആണ്. അതിപ്പോൾ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻസും ഉണ്ട്, ഇൻഡസ്ട്രി കൊളാബറേഷൻസും ഉണ്ട്.
ഇത് വെച്ച് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാറ് പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് പറ്റിയ ഈ ഒരു എക്സ്പോഷറാണ് ഞങ്ങൾ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എന്ന് വെച്ചാൽ നമുക്ക് ഇവരുമായിട്ട് ടൈപ്പുള്ള പല ഇൻഡസ്ട്രീസും ഉണ്ട്, റൈറ്റ് അല്ലേ? നമുക്കപ്പോൾ ഇന്റേൺഷിപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകാം. ഒരു സെമസ്റ്റർ ഫുൾ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. യുനോ റെഗുലർ ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പെഡഗോജി തന്നെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരി. അതുപോലെ നമ്മുടെ ഈ ഫാക്കൽറ്റിയിലൊക്കെ മലയാളികളൊക്കെ ഉണ്ടോ ധാരാളം? ഇതിപ്പോൾ ഫാക്കൽറ്റീസ് ഒരു മിക്സ് ആണ്. വി ഹാവ് ഫാക്കൽറ്റീസ് ഫ്രം അക്രോസ് ഇന്ത്യ. ഇതിപ്പോൾ ഞങ്ങളുടെ പ്രോ വി സി വന്നിട്ട് പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യ എന്നാണ്. പല ഡീൻസ് ജോയിൻ ചെയ്തിരിക്കുന്നത് കർണാടകയിൽ നിന്നുണ്ട്, അക്രോസ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇത് വെച്ച് അഗൈൻ സാർ പറഞ്ഞ പോലെ എക്സ്പോഷറാണ് സ്റ്റുഡൻസിന് കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം പണി തീരെ ആയി കഴിഞ്ഞു. അതെ അതെ. ഇതിപ്പോൾ എത്ര കാലമായി ഇപ്പോൾ ശരിക്കും ഇവിടെ പണി തുടങ്ങിയിട്ടൊക്കെ? ഈ ഒരു ക്യാമ്പസ് സ്ഥലമൊക്കെ എടുത്ത് പണി തുടങ്ങിയിട്ട് ഇപ്പം 2-3 വർഷമൊക്കെ ആയി. 2 വർഷം അല്ലേ? 2 വർഷം. അപ്പോൾ ഇനി 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് തീരുന്ന ഒരു സംഭവമാണ്. ഓഗസ്റ്റോടെ ഈ 4 സ്കൂളും ഓപ്പൺ ആയിരിക്കും. സ്റ്റുഡൻസ് ഓൾറെഡി അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഫേസ് ബൈ ഫേസ് ബാക്കി ബിൽഡിംഗ് കൂടെ റെഡിയാണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് തുടങ്ങുന്ന കോഴ്സിന് പോലും ഉള്ള കുട്ടികൾക്ക് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടുമോ? പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് റെഡിയാക്കാനായിരുന്നു. ബിക്കോസ് 1 ഡിസ്റ്റൻസ് ഉണ്ട് ആൻഡ് ഇത്രയും വലിയൊരു ഏരിയ ആണ്. അപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇതിപ്പോൾ ഒരു 2 മാസം കൂടുതൽ ഇൻ 2 months ഹോസ്റ്റൽ ഫെസിലിറ്റീസ് റെഡിയാകും. നമ്മളിപ്പോൾ എനിക്ക് വന്ന് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ ഒരു 5 hours സുഖമായിട്ട് ഇവിടെ എത്താം. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഓടിച്ചെത്താൻ പറ്റും. ഇതിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരു 151 odd kilometers ആണ് ഈ ക്യാമ്പസ്. അത് പക്ഷേ കിഡിലാണ് എക്സ്പ്രസ് വേ അല്ലോ. രക്ഷയില്ലാത്ത ഒരു 2 മണിക്കൂറിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റും. ബാംഗ്ലൂരിൽ ജീവിക്കുന്ന മലയാളികൾക്കും ഒക്കെ കുട്ടികളെ അയക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. മൈസൂർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വേണേൽ പോയി വരാൻ പോലും പറ്റും. ഞങ്ങൾ സ്റ്റുഡൻസിന് ഒരു ഹോം അവേ ഫ്രം ഹോം ആ ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും 30-ലധികം കോളേജുകളൊക്കെ പണിത സ്ഥാപനം ആയതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് ഫാർമസി, സ്കൂൾ ഓഫ് ഫാർമസി ഏതാണ്ട് തീർന്നു കഴിഞ്ഞു. 2-3 ദിവസത്തിനകം തന്നെ ഇവിടെ അവരുടെ ആൾക്കാർ ഇൻസ്പെക്ഷൻ വരാൻ പോകുന്നു. സോ അത് കഴിഞ്ഞാൽ the building is ready to be. ശരി. അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ ആരെങ്കിലും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നഞ്ചൻകോട് വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിലൊന്നും മനസ്സിലാക്കാനില്ല. അങ്ങനെയുള്ളവർക്ക് എവിടെ വെച്ചാണ് ഒരു എക്സ്പീരിയൻസ് എന്താണ് ഇവിടുത്തെ സംഭവിക്കാൻ പോകുന്ന എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടോ നമുക്ക്? അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻഷ്യൽ ഓഫീസ് വന്നിട്ട് സെൻട്രൽ മൈസൂർ സിറ്റിയിൽ തന്നെയാണ്. ബ്രിഗേഡ് പോയിന്റ് ബിൽഡിംഗ് എന്ന് പറയും. സോ അവിടെയാണ് ഞങ്ങളുടെ അഡ്മിഷൻ ടീം ആൻഡ് ഓൾസോ ഡീൻസ് ആൻഡ് പ്രോ വി സീസ് എല്ലാം ഇരിക്കുന്നത്. അവരിപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഡെഫിനറ്റ്ലി ആ ഓഫീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ അഡ്മിഷന് വരുന്ന പിള്ളേർ വിത്ത് പേരൻസ് ആദ്യം അവിടെയാണ് പോകുന്നത്. അവിടുന്ന് ഞങ്ങളുടെ അഡ്മിഷൻ ടീം പ്രോസസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദെൻ വി ബ്രിങ് ദ സ്റ്റുഡൻസ് ആൻഡ് ദ പേരൻസ് ഹിയർ ആ ഒരു ക്യാമ്പസ് ടൂറിന് വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പലതവണ ഇപ്പോൾ തീർന്നു കഴിഞ്ഞുള്ള 3D images കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി. പിന്നെ ഈ പറഞ്ഞ പോലെ കാണുന്നതല്ല അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റാണ് പിന്നിലുള്ളത് എന്നാണ് പറയുന്നത്. ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ അത് കൊണ്ടുവരാൻ അതിനാണ് ഞങ്ങളും ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള ഒരു വിഷയമാണ് ഫാർമസി. പെൺകുട്ടികളൊക്കെ ധാരാളമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് കസിൻ അവൾ പഠിച്ചിട്ട് ഇപ്പോൾ നല്ല ജോലി അയർലൻഡിൽ അവളിപ്പം ജോയിൻ ചെയ്തു. അവൾ പഠിച്ച പക്ഷേ ഇന്ത്യയിലാട്ടോ. ഇന്ത്യ പഠിച്ചിട്ടാണ് ഇപ്പോൾ അയർലൻഡിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്കൂൾ ഓഫ് ഫാർമസി ബിൽഡിംഗ്. ഇതിനകത്ത് കുറച്ച് 1-2 ക്ലാസ് റൂമൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ജസ്റ്റ് ഒന്ന് കയറി കാണാൻ പറ്റും. പിന്നല്ല വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ക്ലാസ് റൂമൊക്കെ ഫിനിഷിംഗ് സ്റ്റേജ് ആയിട്ടുള്ളൂ. ഇത് ഫാർമസി ബിൽഡിങ്ങിൻ്റെ അകത്താണ്. വെറുതെ ജസ്റ്റ് ഒന്നൊരു സാമ്പിൾ കാണിക്കാമെന്ന് വെച്ച് മാത്രം നിങ്ങൾ കയറിയതാണ്, കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇത്രയും മോഡേൺ ആയിട്ടുള്ള ക്ലാസ് റൂമൊക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് തീരാൻ പോകുന്നതും ഈ ഒരു ഫാർമസി ബ്ലോക്കാണ്. അതിനുശേഷം ഉടൻ തന്നെ ഈ പറഞ്ഞ 4 ബിൽഡിങ്സ് പൂർണ്ണമായിട്ടും തീരുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ 5 സ്കൂളുകളാണ് ഓപ്പൺ ആകുന്നത്. 5 ബിൽഡിങ്സ് എന്ന് തന്നെ പറയാം അല്ലേ? അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാമോ? സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് ഫാർമസി, സ്കൂൾ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് സയൻസസ് ആൻഡ് സ്കൂൾ ഓഫ് സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസസ്. ഈ 5 എണ്ണമാണ്
ഈ അക്കാഡമിക് ഇയർ മുതൽ അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ ഈ ഓഗസ്റ്റിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 5 സ്കൂളാണ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ 2 ഹോസ്റ്റൽ ബിൽഡിങ്സും അതെ പിന്നെ സ്പോർട്സ് കോംപ്ലക്സ് ഇതെല്ലാം ഓപ്പൺ ആവും അല്ലേ? അപ്പോൾ ബാക്കി ഒക്കെ നിങ്ങൾ അടുത്ത എന്താ പറയുക വരുന്ന അക്കാഡമിക് ഇയർ ആയിരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ക്ലാസ് റൂമുകൾ എന്താ ഏത് ടൈപ്പാണെന്നൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഞാനെപ്പോഴും ഈ യൂണിവേഴ്സിറ്റികളുടെ വീഡിയോ ചെയ്യുമ്പോൾ പറയാം നമ്മളൊക്കെ പഠിച്ച എന്താ കോളേജുകളും ക്ലാസ് റൂമൊക്കെ എത്ര പ്രിമിറ്റീവ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഇത് കാണുമ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ ഇൻഫോസിൻ്റെ ക്യാമ്പസിൽ കയറുന്ന പോലെയാണ് അതുപോലുള്ള ക്ലാസ് റൂം എല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അതെ, ICT enabled സ്മാർട്ട് ക്ലാസ് റൂംസ്. ശരി. അപ്പോൾ എന്തായാലും ഇത് ഒരു ഫൈനൽ സ്റ്റേജ് അല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഏകദേശം രീതി വരാൻ പോകുന്നത്. അപ്പോൾ സ്കൂൾ ഓഫ് ഫാർമസിയുടെ ഉള്ളിലാണ് നമ്മൾ, എവിടെയും പണികൾ കഴിഞ്ഞിട്ടില്ല, അതും ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്തായാലും വളരെ മോഡേൺ ബിൽഡിംഗ്, നല്ല എന്താ പറയുക ഒരു ഫീൽ കിട്ടുന്നൊരു ബിൽഡിംഗ് ഒക്കെയാണ്. ഇവിടെ നമുക്കിനി എന്താ കാണാനുള്ളത്, നമുക്കിനി ഒന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ക്ലാസ് റൂം ആദ്യം കണ്ടു, ഇനിയപ്പോൾ നമ്മൾ ലാബ്സിലേക്ക് പോകും. ലാബാണ്, ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ ഫാർമസി സ്കൂളിലെ ഒരു ലാബ്, ഒരു ലാബാണ്. ഇതൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് റൂം കാണിക്കാൻ വേണ്ടി കയറുന്നേ ഉള്ളൂ. പക്ഷേ ഓഗസ്റ്റിന് മുമ്പ് എക്യുപ്മെൻറ്റ്സും എല്ലാം സ്റ്റുഡൻസിന് വേണ്ടി റെഡി ആയിരിക്കും. അതെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്രൂവലൊക്കെ ആയി, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ ഓഫ് ഫാർമസി തുടങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് ബാംഗ്ലൂർ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി ഒരു ഫാർമസി സ്കൂൾ ഉണ്ടോ? ബാംഗ്ലൂരിലുള്ളത് സ്കൂൾ ഓഫ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ആണ്. അപ്പോൾ അവിടുത്തെ BSc ഓണേഴ്സ്, മേജേഴ്സ് ആൻഡ് മൈനേഴ്സ് ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ശരി. അപ്പോൾ അതെല്ലാം പുതുതായിട്ട് ഇവിടെ വരികയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിറ്റി മൈസൂരിൽ പണി പൂർത്തിയായിട്ടില്ല, എങ്കിലും പണി പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ ആദ്യം കാണാൻ പോകുന്ന ബിൽഡിംഗ് ആണ് ഈ പിന്നിൽ കാണുന്നത്. ബാക്കി എല്ലായിടത്തും ഈ സൈഡിലൊക്കെ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ പണിയൊക്കെയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ എടുക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. എന്തായാലും ഞാൻ വിശദവിവരങ്ങൾ വിളിച്ചു ചോദിക്കാൻ വേണ്ടി ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അഡ്മിഷൻ വരേണ്ടതും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതൊക്കെ എവിടെ നിന്നാണ്? അഡ്മിഷൻ പ്രോസസ്സ് വന്നിട്ട് ഭയങ്കര സിമ്പിളാണ്. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് കോഴ്സ് ബേസ്ഡ് സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒരു സെലക്ഷൻ ലെറ്റർ, ഒരു പ്രൊഫഷണൽ ലെറ്റർ ഓഫ് സോർട്സ് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പ്രോഗ്രാം രജിസ്ട്രേഷൻ ആൻഡ് ദെൻ ഇഷ്യൂവൻസ് ഓഫ് പ്രൊഫഷണൽ അഡ്മിഷൻ. എത്രയേ ഉള്ളൂ. ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഓഗസ്റ്റ് തുടങ്ങാൻ പോകുന്ന കോഴ്സുകളിലേക്ക് ഇപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതെ. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സ്റ്റുഡൻസാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ കർണാടകത്തിലെ സ്റ്റുഡൻസ് വരുന്നതിൽ എളുപ്പം കേരളത്തിലെ സ്റ്റുഡൻസിന് വരാനാണ് ഇവിടെ ഈ മൈസൂർ ക്യാമ്പസിൽ എന്നുള്ള കാര്യമാണ്. പിന്നെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും, എത്രത്തോളം ഗംഭീരമായ വളരെ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ടാവും. എങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടാകുന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോൺ നമ്പർ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങുന്നത് 5 സ്കൂളുകളാണ്. അതിൽ എന്തൊക്കെയാണ് കോഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ധാരാളം കോഴ്സുകൾ വരുന്നു. അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്യാമ്പസായിട്ട് മാറാൻ പോകുന്നൊരു ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു തുടക്ക കാലത്ത് നിൽക്കുന്നത്. എന്നാലും സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ അവർ യൂണിവേഴ്സിറ്റി മൈസൂർ ക്യാമ്പസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാം തീർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി വീണ്ടും കാണാം. മോസ്റ്റ് വെൽക്കം. താങ്ക് യു.